PMC വിവാദത്തിനിടെ തലസ്ഥാനത്ത് നിർണായക നീക്കങ്ങളാണ്. AKG സെന്ററിൽ എത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി, CPS സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ്, LDF കൺവീനർ TP രാമകൃഷ്ണൻ, ഒപ്പം MA ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി. മണ്ഡലത്തിലെ പരിപാടികൾ ഒഴിവാക്കിയാണ് MV ഗോവിന്ദൻ എത്തിയത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, മുതിർന്ന CPM നേതാക്കളെല്ലാം, CPM ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, TP രാമകൃഷ്ണൻ, LDF കൺവീനർ, ഇവരെല്ലാവരും ഇപ്പോൾ AKG സെന്ററിൽ എത്തിക്കഴിഞ്ഞു. തിരക്കിട്ട കൂടിയാലോചനകളിലേക്കാണോ ഹരി? തീർച്ചയായിട്ടും വരും തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് CPM കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രാവിലെ മുഖ്യമന്ത്രിയും CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ രാവിലെ തന്നെ ഇവിടെ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. അതായത് മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായിക്കൊണ്ട് അടിയന്തര യോഗത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും, ഇനിയിപ്പോൾ കുറച്ച് നേതാക്കൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ, പക്ഷേ പ്രധാനപ്പെട്ട എല്ലാവരും, മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവരും തന്നെ 9:30 കൂടി എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകുന്നേരമാണ് മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിസഭാ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ കൂടിയാലോചന നടത്തിക്കൊണ്ട് ഈ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്നതിനെക്കുറിച്ചടക്കം ആലോചിക്കുകയും ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. CPI നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ തിരക്കിട്ട നീക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം കണ്ടത്. CPM നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് തലസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വന്തം മണ്ഡലത്തിലെ പരിപാടികളെല്ലാം റദ്ദാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ രാവിലെ പുലർച്ചെ 6 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുകയും അവിടെ നിന്ന് 9 മണിയോടുകൂടി AKG സെന്ററിൽ എത്തുകയും ചെയ്തത്. അതായത് നിരവധി പരിപാടികൾ ഉണ്ടായിരുന്നു, അതെല്ലാം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് റദ്ദാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് എത്തുകയും ഇത്തരത്തിലൊരു അടിയന്തര കൂടിക്കാഴ്ച യോഗത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തത്. ഇനിയിപ്പോൾ CPI എങ്ങനെ അനുനയിപ്പിക്കണം, മന്ത്രിസഭാ യോഗത്തിലടക്കം എങ്ങനെ പങ്കെടുപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിശദമായ ചർച്ച നടക്കും എന്നുള്ളതാണ്. ചർച്ച ഏറെ നേരം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിലവിൽ മുഖ്യമന്ത്രിക്ക് മറ്റു പരിപാടികളില്ല, പാർട്ടി നേതാക്കൾക്ക് MA ബേബിക്കും ഒപ്പം തന്നെ ഗോവിന്ദനും പരിപാടികളില്ല. അതേസമയം തന്നെ മറ്റു പരിപാടികൾ ഉണ്ടായിരുന്ന LDF കൺവീനർ TP രാമകൃഷ്ണനാണ് തൽക്കാലം അതിൽ പങ്കെടുക്കുന്നില്ല, AKG സെന്ററിലേക്ക് നേരിട്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അടിയന്തര സ്വഭാവമുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് ഇത്തരത്തിലൊരു യോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. AKG സെന്ററിന് മുൻപിൽ ഇന്ന് എന്തായാലും നേതാക്കൾ എല്ലാവരും AKG സെന്ററിലേക്ക് എത്തുകയും ഇവിടെ തലസ്ഥാനത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കം നടക്കുന്ന ഒരു കേന്ദ്രമായി AKG സെന്റർ മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൈകുന്നേരം 3:30 മന്ത്രിസഭാ യോഗം നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടിൽ എത്തിച്ചേർന്നതോടുകൂടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് CPM വരുന്നത്. ഇനിയിപ്പോൾ ഇതിനുശേഷം എങ്ങനെയാവും കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് CPM യോഗം ചേർന്നതിന് ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുമോ, അത് എവിടെ വെച്ചായിരിക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയിപ്പോൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും CPM നേതാക്കൾ എല്ലാവരും തന്നെ രാവിലത്തോടുകൂടി തന്നെ ഇത്തരത്തിൽ നിർണായക നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി കയറി പോകുന്ന സമയത്ത് നമ്മൾ പ്രതികരണം ചോദിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് രാവിലെ പോയത്. അപ്പോൾ നിലവിൽ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് ഇവരാരും കടക്കുന്നില്ല. ഇനിയിപ്പോൾ പ്രതികരണം യോഗത്തിന് ശേഷം എന്തെങ്കിലും തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ അനുനയ ശ്രമം വിജയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു പരസ്യ പ്രതികരണം നിലവിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. CPI നേതാക്കളുടെ ഭാഗത്തുനിന്നും സമാനമായ ഒരു റെസ്പോൺസാണ്, പ്രതികരണമാണ് രാവിലെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ പരസ്യ പ്രതികരണം നിലവിൽ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മന്ത്രിസഭാ യോഗത്തിലേക്ക് എങ്ങനെയാണ് CPI മന്ത്രിമാരെ അനുനയിപ്പിച്ച് എത്തിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം എത്തിയ ശേഷം മാത്രമായിരിക്കും അത്തരം ഒരു പ്രതികരണത്തിന് സാധ്യതയുള്ളൂ എന്നുള്ളതാണ് തലസ്ഥാനത്ത് നിന്ന് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. എന്തായാലും മറ്റു പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിക്കൊണ്ടാണ് നേതാക്കൾ ഇത്തരത്തിൽ ഒരുമിച്ച് AKG സെന്ററിലേക്കും ഒപ്പം തന്നെ CPI നേതാക്കളടക്കം സമാനമായിട്ടുള്ള രീതിയിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ എല്ലാവരും എത്തിച്ചേർന്ന ശേഷം അല്പനേരത്തിനുള്ളിൽ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിൽ വെച്ച് ഇത്തരത്തിലൊരു കൂടിയാലോചന നടക്കും. ആ കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും എങ്ങനെയാവണം പ്രതികരണം, എങ്ങനെയാണ് അനുനയ ശ്രമങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അരുൺ, ഓക്കെ, ഇപ്പോൾ CPM പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അടക്കം മുഖ്യമന്ത്രി, പാർട്ടി സംസ്ഥാന സെക്രട്ടറി, LDF കൺവീനർ എല്ലാവരും AKG സെന്ററിൽ എത്തിക്കഴിഞ്ഞു. ബിനോയ് വിശ്വവുമായിട്ടുള്ള കൂടിക്കാഴ്ച എപ്പോഴാണ്, എവിടെ വെച്ചാണ് എന്ന ചോദ്യത്തിൽ മാത്രം ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ നമുക്കതിന് കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാം. 10 മണിക്കാണ് മുഖ്യമന്ത്രി നേരത്തെ നിശ്ചയിച്ചിരുന്ന ഇന്നലെ നടക്കേണ്ടിയിരുന്ന മില്ലുടമകളുമായി മന്ത്രിമാരുമായിട്ടും നടത്തേണ്ട നെല്ല് സംഭരണ വിഷയത്തിലെ യോഗം. നിർണായകമായ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കും എന്നുള്ളതാണ്. അതിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദും പങ്കെടുക്കും. എന്നാൽ
വൈകുന്നേരം നടക്കുന്ന 3:30-ക്ക് നടക്കേണ്ട മന്ത്രിസഭാ യോഗത്തിൽ ഈ മന്ത്രിമാർ CPM മന്ത്രിമാർ വിട്ടുനിൽക്കുകയാണെങ്കിൽ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട മന്ത്രിസഭ രാജിവെക്കണം എന്ന് പ്രതിപക്ഷത്തിന് ഒരു വിമർശനം ഉന്നയിക്കാനുള്ള സാഹചര്യവുമാകും. മാത്രവുമല്ല വാസുകി ഒപ്പിട്ട ഈ ധാരണാപത്രത്തിന്റെ നിയമസാധുതയും പരിങ്ങലിലാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് വളരെ തിടുക്കിട്ട നിർണായകമായ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഇപ്പോൾ AKG സെന്ററിൽ മുതിർന്ന നേതാക്കൾ എത്തിയിരിക്കുന്നത്.